ദ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട് ഇൻഡിക്കേറ്റ്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വ്യക്തികളും സ്ഥാപനങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടുകളൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പേഴ്സണൽ അക്കൗണ്ട്. സോ അത്തരത്തിലുള്ള പേഴ്സണൽ അക്കൗണ്ടുകളുടെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്രെഡിറ്റ് സൈഡ് കൂടുതൽ എന്ന അവസ്ഥ. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എമൗണ്ട് റിസീവബിൾ, ഓപ്ഷൻ ബി എമൗണ്ട് പേയബിൾ, ഓപ്ഷൻ സി അസറ്റ്, ഓപ്ഷൻ ഡി എക്സ്പെൻസ്. ഇതിൻ്റെ ആൻസർ ചെയ്തേ വരിക? ക്രെഡിറ്റ് ബാലൻസ് പേഴ്സണൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി എമൗണ്ട് പേയബിൾ ആണ്. ഒരു പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഡിഫറൻസ് വരുന്ന എമൗണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് CBD എന്ന് പറഞ്ഞിട്ട് എഴുതും. ആ എമൗണ്ട് എന്തായിരിക്കും? ഏത് പേഴ്സണൽ അക്കൗണ്ട് ആണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ആ പേഴ്സണൽ അക്കൗണ്ട് പ്രകാരം നമ്മൾ അത് അങ്ങോട്ട് കൊടുക്കാനുള്ള എമൗണ്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി എമൗണ്ട് പേയബിൾ ആണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ.